ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL 2026-ലെ 66-ാം നിർണായക മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ തകർപ്പൻ ജയം നേടി തങ്ങളുടെ കരുത്ത് ഒന്നുകൂടി തെളിയിച്ചു. മെയ് 21 വ്യാഴാഴ്ച അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഈ നിർണായക പോരാട്ടത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ടൈറ്റൻസ് ഒരു വലിയ വിജയലക്ഷ്യം മുന്നോട്ട് വെക്കുകയായിരുന്നു. 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസാണ് ഗുജറാത്ത് അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മികച്ച ഫോമിലുള്ള സായ് സുദർശനും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ നേടിയ 125 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടായിരുന്നു ഈ മികച്ച സ്കോറിന് പ്രധാനമായും പിന്നിൽ. ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ചു. വെറും 37 പന്തിൽ നിന്ന് 7 ബൗണ്ടറികളും 3 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ 64 റൺസ് വാരിക്കൂട്ടി. സായി സുദർശൻ തകർപ്പൻ ഫോം തുടർന്നു. 53 പന്തിൽ നിന്ന് 7 ബൗണ്ടറികളും 4 സിക്സറുകളും ഉൾപ്പെടെ 84 റൺസ് നേടി. ഇത് അവരുടെ കൂട്ടുകെട്ടിന്റെ കരുത്ത് ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു. അവരുടെ ആക്രമണോത്സുകവും ആസൂത്രിതവുമായ ശൈലി ടീമിന് ഒരു ശക്തമായ അടിത്തറ പാകിയപ്പോൾ വെറും 27 പന്തിൽ നിന്ന് പുറത്താവാതെ 57 റൺസ് അടിച്ചുകൂട്ടിയ ജോസ് ബട്ട്ലർ അത് മുതലെടുത്ത് ടൈറ്റൻസിനെ പ്രതിരോധിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചു. കാണികളെ ആവേശത്തിലാഴ്ത്തി. എന്നാൽ മറുവശത്ത് 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടക്കം വളരെ മോശമായിരുന്നു. ഗുജറാത്തിന്റെ കൃത്യതയാർന്നതും മൂർച്ചയേറിയതുമായ ബൌളിംഗ് ആക്രമണത്തിനു മുന്നിൽ അവരുടെ മുൻനിര ബാറ്റ്സ്മാൻമാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. തുടക്കത്തിലെ തുടർച്ചയായ വിക്കറ്റ് നഷ്ടം ചെന്നൈയുടെ താളം തെറ്റിച്ചു. പവർ പ്ലേ അവസാനിച്ചപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 58 റൺസ് എന്ന ദയനീയമായ അവസ്ഥയിലായിരുന്നു അവർ. ഈ തകർപ്പൻ ജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. IPL 2026 സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മികച്ച പ്രകടനത്തിനും കിരീട സാധ്യതകൾക്കും ഇത് അടിവരയിടുന്നു. പ്ലേ ഓഫിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്താനുള്ള അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും അതുവഴി ഫൈനലിലേക്ക് മുന്നേറാൻ ഒന്നിലധികം അവസരങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയായി. ഈ ടൂർണമെന്റിന്റെ നിർണായക അവസാന ഘട്ടങ്ങളിൽ അവരുടെ മുന്നോട്ടുള്ള വഴി കൂടുതൽ കഠിനമാക്കുകയും ചെയ്തു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇന്നിംഗ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ആക്രമണോത്സുകവും അതേസമയം തന്ത്രപരവുമായിരുന്നു അവരുടെ ബാറ്റിംഗ്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 എന്ന ഒരു പടുകൂറ്റൻ സ്കോറാണ് അവർ നേടിയത്. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ബോളർമാർക്ക് തുടക്കം മുതലേ ആഞ്ഞടി നേരിടേണ്ടി വന്നു. ഈ കൂറ്റൻ സ്കോറിന്റെ അടിത്തറയിട്ടത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മികച്ച ഫോമിലായിരുന്ന സായ സുദർശനും ചേർന്നുള്ള 125 റൺസിന്റെ തകർപ്പൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു. 37 പന്തിൽ നിന്ന് 64 റൺസെടുത്ത ഗില്ലിന്റെ ഇന്നിംഗ്സ് ശരിക്കും ഒരു സൗന്ദര്യവും ശക്തിയും ചേർന്നതായിരുന്നു. 7 ബൗണ്ടറികളും 3 കൂറ്റൻ സിക്സറുകളും അടിച്ച് തുടക്കം മുതലേ ഒരു ആക്രമിച്ച് കളിക്കുന്ന സമീപനം അദ്ദേഹം കാഴ്ചവെച്ചു. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാറുള്ള സായ സുദർശൻ 53 പന്തിൽ നിന്ന് 84 റൺസെടുത്ത് സ്കോറിംഗ് വേഗത പിന്നെയും കൂട്ടി. 7 ഫോറുകളും 4 സിക്സറുകളും സഹിതം അനായാസം ഗ്യാപ്പുകൾ കണ്ടെത്തി ബൗണ്ടറികൾ കടത്തിവിട്ട് അദ്ദേഹം കളം നിറഞ്ഞു കളിച്ചു. ഒടുവിൽ അൻഷുൽ കാംബോജിന്റെ പന്തിലാണ് സുദർശൻ പുറത്തായത്. ഈ മികച്ച തുടക്കത്തിനു ശേഷം ക്രീസിലെത്തിയ ജോസ് ബട്ട്ലർ ടൈറ്റൻസിന് 200 കടത്തിവിടാൻ ആവശ്യമായ ലേറ്റ് ആക്സിലറേഷൻ നൽകി. വെറും 27 പന്തിൽ നിന്ന് 57 റൺസെടുത്ത് പുറത്താവാതെ നിന്ന ബട്ട്ലർ 5 ഫോറുകളും 4 സിക്സറുകളുമായി ഒരു തീപ്പൊരി പ്രകടനം കാഴ്ചവെച്ചു. ഇത് ഗുജറാത്തിന് ഒരു കിടിലൻ ഫിനിഷിംഗ് നൽകി. ചെന്നൈ ബോളർമാരായ മുകേഷ് ചൌധരി, സ്പെൻസർ ജോൺസൺ, അൻഷുൽ കാംബോജ് എന്നിവർക്ക് ഓരോ വിക്കറ്റ് വീതം നേടാൻ സാധിച്ചെങ്കിലും ഗുർജപ്നീത് സിംഗും നൂർ അഹമ്മദും ഓവറുകൾ എറിഞ്ഞെങ്കിലും റൺസ് ഒഴുക്ക് തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. ടൈറ്റൻസിന്റെ ബാറ്റർമാർ മോശം പന്തുകളെല്ലാം മുതലെടുക്കുകയും സ്ട്രൈക്ക് നന്നായി റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്തതോടെ രണ്ടാം പകുതിയിൽ എതിർ ടീമിന് വലിയ സമ്മർദ്ദം നൽകുന്ന ഒരു സ്കോർ കെട്ടിപ്പടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് മുന്നോട്ട് വെച്ച 230 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിര ഗുജറാത്തിന്റെ ശക്തമായ ബൌളിംഗ് ആക്രമണത്തിന് മുന്നിൽ ആകെ തകർന്നു. ടോപ്പ് ഓർഡറിൽ തന്നെ ചെന്നൈക്ക് വലിയ തകർച്ച നേരിട്ടു. പ്രധാനപ്പെട്ട വിക്കറ്റുകൾ തുടരെ നഷ്ടമായതോടെ അവരുടെ റൺ ചേസ് പാടെ താളം തെറ്റി. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ആകട്ടെ മുഹമ്മദ് സിറാജിന്റെ മികച്ച ബൌളിംഗിൽ തുടക്കത്തിലെ പുറത്തായി. സിറാജ് തന്റെ തകർപ്പൻ പ്രകടനം തുടർന്നു. ഉർവിൽ പട്ടേലിനെയും 0-ന് പുറത്താക്കി ചെന്നൈയുടെ നില കൂടുതൽ പരിങ്ങലിലാക്കി. എന്നാൽ ആക്രമണം സിറാജിൽ മാത്രം ഒതുങ്ങിയില്ല. കഗിസോ റബാഡയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. മാത്യു ഷോട്ടിനെ പുറത്താക്കി റബാഡ ടൈറ്റൻസിന്റെ പേസ് നിരയുടെ കരുത്ത് വിളിച്ചോതി. തുടരെയുള്ള ഈ വിക്കറ്റ് വീഴ്ചയിൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ ചെന്നൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസ് എന്ന പരിങ്ങലിലായിരുന്നു. ഇത്രയും വലിയൊരു ലക്ഷ്യം പിന്തുടരുമ്പോൾ ഈ നിലയിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമായിരുന്നു. പിന്നീടങ്ങോട്ട് ചെന്നൈയുടെ നില കൂടുതൽ പരിതാപകരമായി. ഒരു ഘട്ടത്തിൽ 78 പന്തിൽ നിന്ന് 158 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം മറികടക്കാൻ അവർക്ക് വലിയൊരു പ്രകടനം തന്നെ ആവശ്യമായി വന്നു. ശിവം ദൂബെയുടെ നേതൃത്വത്തിൽ ചില ബാറ്റർമാർ ഇന്നിംഗ്സ് നിലനിർത്താനും സ്കോർ ബോർഡ് ചലിപ്പിക്കാനും കിണഞ്ഞു ശ്രമിച്ചെങ്കിലും സിറാജിന്റെയും റബാഡയുടെയും തുടർച്ചയായ സമ്മർദ്ദവും ഒപ്പം മികച്ച ഫീൽഡിംഗും ചേർന്ന് ചെന്നൈക്ക് ഒരു വലിയ തിരിച്ചുവരവോ കാര്യമായ കൂട്ടുകെട്ടുകളോ ഉണ്ടാക്കാൻ അവസരം നൽകിയില്ല. ഈ മത്സരത്തിലെ തോൽവി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. ഇത് അവരെ പുറത്താകലിന്റെ വക്കിലെത്തിച്ചു. നോക്കൌട്ട് ഘട്ടത്തിലേക്കുള്ള അവരുടെ മുന്നോട്ടുള്ള വഴി ഇനി മറ്റു ടീമുകളുടെ മത്സരഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഈ തകർപ്പൻ വിജയം അവർക്ക് പ്ലേ ഓഫിൽ മികച്ച ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സഹായിച്ചു. ഇത് ഫൈനലിൽ എത്താനുള്ള അവരുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു.